അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പണിയെടുക്കും. മിന്നൽ മുരളിയേക്കാളും നല്ല സിനിമയായിരിക്കും അടുത്ത സിനിമ എന്നുള്ളൊരു കോൺഫിഡൻസ് ആ ലേണിംഗ് പ്രോസസ്സ് എനിക്ക് തരാൻ പറ്റുന്നുണ്ട്. എനിക്ക് വളരെ ലിമിറ്റഡ് സിനിമ പരിചയവും അറിവും ഉണ്ടായിരുന്നുള്ളൂ. സിനിമയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഓക്കെ സിനിമയിലെത്തി, ഇനിയിപ്പോൾ ഇവിടുന്ന് പോകാൻ പറ്റുമല്ലോ, ഇനി ഇതാണല്ലോ എൻ്റെ ജോലി, തിരിച്ച് മാനേജർ എടുക്കൂല എന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിൽക്കുമ്പോൾ എനിക്ക് ഇവിടെ സർവൈവൽ എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ മാക്സിമം എന്നെ അപ്സ്കിൽ ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പണിയെടുക്കും. ഐ മീൻ അതായത് സെറ്റിൽ വന്ന് പണിയെടുക്കുന്ന കാര്യമല്ല, അല്ലാതെ ബിഹൈൻഡ് ദ സ്ക്രീൻ ഒരുപാട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാറുണ്ട്, സിനിമ പഠിക്കാറുണ്ട്, വേൾഡ് സിനിമ കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ എഫേർട്ട് ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി അത് ഒരു പോയിന്റ് പോലും നിന്ന് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പേഴ്സണലി. സിനിമയിൽ വന്ന ആ കാലം തൊട്ട് ഇപ്പോഴും അത് ഭയങ്കരമായിട്ട് ഇൻറ്റൻസ്ലി കണ്ടിന്യൂ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും സിനിമകൾ കണ്ടിന്യൂസ്ലി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേണിംഗ് പ്രോസസ്സ് എന്നെ ഒരു തരത്തിൽ ബെറ്റർ ഫിലിം മേക്കർ ആക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ ലേണിംഗ് പ്രോസസ്സിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് റാദർ ദാൻ പ്രഷർ. അപ്പോൾ പ്രഷറിനേക്കാളും ഞാൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സിനിമകൾ നല്ലതാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. മിന്നൽ മുരളിയേക്കാളും നല്ല സിനിമയായിരിക്കും അടുത്ത സിനിമ എന്നുള്ളൊരു കോൺഫിഡൻസ് ആ ലേണിംഗ് പ്രോസസ്സ് എനിക്ക് തരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂസ്ലി സിനിമയിൽ ഉള്ളിടത്തോളം കാലം അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ചെയ്യുന്നിടത്തോളം കാലം ഞാൻ സിനിമയിൽ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആക്ച്വലി.